സർവീസ് മാറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 11/6/2026, അതായത് ഇന്നിപ്പോൾ 18 11 ഒരു സർക്കാർ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ധനകാര്യ വകുപ്പ് റൂൾസ് ബിയിൽ നിന്നാണ്. ലീവ് സറണ്ടർ സംബന്ധിച്ചാണ്. അതിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ട്. അങ്ങനെ പല ആളുകളും എന്നെ വിളിച്ച് ചോദിച്ചു, എന്താണ് സാർ അതിൻ്റെ നിജസ്ഥിതി? അപ്പോൾ ആ സർക്കുലർ ഒന്ന് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. നമ്പർ 24/2026 ധനകാര്യ വകുപ്പാണ്. ഞാൻ പറഞ്ഞു തീയതി 11/6/2026 ഇറങ്ങിയതാണ്. അത് സർക്കുലറാണ്, ഉത്തരവല്ല. 2026-27 വർഷത്തെ സാമ്പത്തിക വർഷത്തെ ആർജിത അവധിയുടെ, അതായത് ലീവ് സറണ്ടറിൻ്റെ പീരിയോഡിക്കൽ സറണ്ടർ തുടർ നിർദ്ദേശങ്ങൾ സംബന്ധിച്ചെന്നുള്ളതാണ്. സർക്കാർ ഉത്തരവ് നമ്പർ 136/2022 ധനവകുപ്പ് തീയതി 14/4/11/2022. സർക്കാർ ഉത്തരവ് നമ്പർ 56/26 തീയതി 15/3/2022. ഇത് രണ്ടും കോട്ട് ചെയ്തുകൊണ്ടാണ് ഉത്തരവ്. ഇതാണ് 2026-27 സാമ്പത്തിക വർഷത്തെ ആർജിത അവധിയുടെ, അതായത് ലീവിൻ്റെ ഏൺഡ് ലീവിൻ്റെ പീരിയോഡിക്കൽ സറണ്ടർ, അതായത് ഇടയ്ക്കിടയ്ക്കുള്ള സറണ്ടർ സൂചന 2 സർക്കാർ ഉത്തരവ് പ്രകാരം 31/5/2026 വരെ ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായി അനുവദനീയമായിരുന്നു. അപ്പോൾ കുറച്ച് കൺട്രോൾ 31/5 വരെ ഉണ്ടായിരുന്നു, 2025-26 വരെ. എന്നാൽ ഇത് പുനഃപരിശോധിക്കുന്നതായിരിക്കും എന്നും ഉത്തരവിൽ, അന്നത്തെ ഉത്തരവിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ പുനഃപരിശോധന നടത്തി പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് സർക്കാർ നിർദ്ദേശത്തിന് വിരുദ്ധമായി 1/6/2026 മുതൽ വിവിധ ചില സ്ഥാപനങ്ങളിൽ 26-27 സാമ്പത്തിക വർഷത്തെ ആർജിത അവധിയുടെ പീരിയോഡിക്കൽ സറണ്ടർ അനുവദിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പീരീഡ് കഴിഞ്ഞു, പുതിയ ഓർഡർ ഇറങ്ങിയില്ല, ആ സമയം നോക്കിയിട്ട് കൊടുത്തു എന്നുള്ളതാണ് വേറൊരു വിഷയം വന്നത്. ആയതിനാൽ ഈ വിഷയത്തിൽ തുടർന്ന് പുറപ്പെടുവിക്കുന്ന സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ 1/6/26 മുതൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ ആർജിത അവധിയുടെ പീരിയോഡിക്കൽ സറണ്ടർ അനുവദിക്കാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശം പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ധനവകുപ്പിൻ്റെ ഒരു നിർദ്ദേശമാണത്. സൂചന 1 സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ ഈ നിർദ്ദേശങ്ങൾ വിവിധ സർക്കാർ വകുപ്പുകളും തദ്ദേശഭരണ സ്ഥാപനങ്ങളും മറ്റ് സ്വയംഭരണ സ്ഥാപനങ്ങളും ഗ്രാൻഡ് എയ്ഡ് സ്ഥാപനങ്ങളും സർവകലാശാലകളും ക്ഷേമനിധി ബോർഡുകളും കമ്മീഷനുകളും സഹകരണ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ സഹകരണം ലഭിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളും സൊസൈറ്റികളും നിയമപ്രകാരമോ സർക്കാർ ഉത്തരവ് പ്രകാരമോ രൂപീകരിച്ചിട്ടുള്ള സ്ഥാപനങ്ങളും സംസ്ഥാനത്തിൻ്റെ സഞ്ചിത നിധിയിൽ നിന്ന് ശമ്പളം പറ്റുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളും കൂടാതെ സർക്കാർ രൂപീകരിച്ചതോ നിയന്ത്രിക്കുന്നതായ മറ്റ് എല്ലാ സ്ഥാപനങ്ങളും കർശനമായി ഇത് പാലിക്കേണ്ടതാണ്. എല്ലാ സ്ഥാപന വകുപ്പ് മേധാവികളും ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസർമാരും ട്രഷറി ഓഫീസർമാരും ഈ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഗൗരവമായി കണ്ട് സൂചന 1 ഉത്തരവിൽ നിഷ്കർഷിക്കുന്ന പ്രകാരം കർശന അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു ഉത്തരവ് വന്നപ്പോൾ ചില പത്രവാർത്തകളും വന്നു, വീഴ്ച മറച്ചു വയ്ക്കാൻ വേണ്ടി ഒഴുക്കാൻ മറ്റുള്ളൊരു ഉത്തരവ് ഇറക്കിയെന്നൊക്കെ. പക്ഷേ പ്രശ്നം തെരഞ്ഞെടുപ്പിൻ്റെ വിഷയങ്ങളുണ്ടായിരുന്നു, പുതിയ ഗവൺമെൻറ് വരുന്ന വിഷയങ്ങളായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കുണ്ടായ ഈ ആളുകളുടെ ട്രാൻസ്ഫറും മറ്റു കാര്യങ്ങളൊക്കെ നടന്ന സംഭവത്തിനിടയ്ക്കാണ് ഇങ്ങനൊരു വിഷയം വന്നിരിക്കുന്നത്. എന്തായാലും ലീവ് സറണ്ടർ പണമാക്കി മാറ്റുന്നതിനെ സംബന്ധിച്ച് ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നു. ഇപ്പോൾ എന്തായാലും അതിൻ്റെ പുതിയ ഉത്തരവ് വരാൻ സാധ്യതയുണ്ട്. ധനകാര്യ ഗ്രാമപഞ്ചായത്തുകളിലെ സെക്രട്ടറിമാർ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി തീർത്ത് ജീവനക്കാർക്ക് ആനുകൂല്യം പണമായി മാറി നൽകി എന്നുള്ളൊരു കാര്യമുണ്ട്. ലീവ് സറണ്ടറിൻ്റെ തുക ഒരുപാട് ഗ്രാമപഞ്ചായത്തുകളിൽ സെക്രട്ടറിമാരും മറ്റുള്ളവരും പണമായി തന്നെ ലീവ് സറണ്ടർ വാങ്ങി എന്നൊരു പ്രശ്നം പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ പുതിയ ഉത്തരവ് ഇറങ്ങിയത് ഇതാണ്. പക്ഷേ പുതിയ ഉത്തരവിലും കുറച്ചുകൂടി ക്ലാരിറ്റിയുള്ള ഉത്തരവ് ഇനി വരും എന്നാണ് പറയുന്നത്. അതിലെന്ത് പറയുന്നില്ല, പക്ഷേ അങ്ങനെ വരും. ജീവനക്കാർക്ക് ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്ന് പണം മാറി നൽകിയ സെക്രട്ടറിമാരിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നോ മതിയായ ഉത്തരവുകളില്ലാതെ ഈ ആനുകൂല്യം കൈപ്പറ്റിയ ജീവനക്കാരുടെ പേരിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നോ സർക്കുലറിൽ ഒരുവരവും പരാമർശമില്ലെന്നാണ് ഒരു വിഭാഗം ജീവനക്കാരും സംഘടനകളും ആക്ഷേപം ഉന്നയിക്കുന്നത്. സാധാരണ ഓഫീസുകളിൽ ധനപരിപാലന വിനിയോഗങ്ങളിലൂടെ നടപടികൾ പിശകുകൾ ഉണ്ടായാൽ പോലും അത് തലനാടുകേട്ട് പരിശോധിച്ച് നടപടികൾ കൈക്കൊള്ളുന്ന വകുപ്പ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അതായിരുന്നു ഉത്തരവുകളുമായി ബന്ധപ്പെട്ട് യഥാസമയം നടപടികൾ ധനപരം ചെയ്യാത്തതിൻ്റെ ചില പ്രശ്നങ്ങളാണിത് എന്നുള്ള ഒരു വിമർശനവും പൊതുസമൂഹത്തിൽ വന്നിട്ടുണ്ട്. എന്തായാലും ഇതിനെ സംബന്ധിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. ലീവ് സറണ്ടറിനെ സംബന്ധിച്ച് കൃത്യമായി ബഡ്ജറ്റിലും ചിലപ്പോൾ ചില സൂചനകൾ ഉണ്ടായേക്കാം. എന്തായാലും ഇപ്പോൾ വന്നിട്ടുള്ള ഉത്തരവ് കൂടുതൽ ക്ലാരിറ്റിയുള്ള ഉത്തരവുകൾ വരുമായിരിക്കും.